SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പാഴായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് PS സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ പ്രത്യൂഷ്, സീമ, മനോജ്, സെക്രട്ടറി VM പ്രഹ്ലാദൻ, അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ലോകം വേറൊരു തരത്തിലേക്ക് ചുരുങ്ങി വരും അല്ലെങ്കിൽ മാറി വരുന്ന വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ ലോകത്തില് നമ്മളൊക്കെ പറയുന്നത് ഡിജിറ്റലായി എന്നൊക്കെ പറയുന്ന കാലത്തുനിന്ന് സ്വീഡൻ പോലത്തെ ഒരു രാജ്യത്ത് വിദ്യാഭ്യാസം പുസ്തകത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അവിടെ അത് മാറ്റത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവിടെ ഡിജിറ്റലായിട്ട് അവിടുത്തെ ഒരു ഇത്ര സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു ടാബ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, പുസ്തകങ്ങളെ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ മാറി. അപ്പൊ നിർബന്ധിത ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആലോചിക്കാതെ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. സത്യത്തിൽ ഉള്ള A+ കിട്ടിയവർക്കാണ് ഇവിടെ അനുമോദിക്കുന്നതെങ്കിൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാറില്ല. കാരണം അതൊരു ശാസ്ത്രീയമായ രീതിയല്ല. ഇനി ഈ പ്രദേശത്ത് ഒരുപാട് 10ാം ക്ലാസ്സുകാരും +2 പഠിച്ചവരുണ്ട്. അതിലൊരു കുട്ടി പോലും ഈ വായനശാലയുടെ ഉള്ളിൽ കയറില്ല. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്ന നൊമ്പരത്ര വലുതാണെന്നറിയാമോ. അവരും ഇവരെ പോലെ തന്നെ പഠിച്ച കുട്ടികളാണ്. ഇവര് +2 അവര് നല്ല മിടുക്കികളായി പഠിച്ച ആളുകളാണ്. അവരെ അനുമോദിക്കണം. പക്ഷെ ഒപ്പം അവരെയും അനുമോദിക്കണം. അതിനേക്കാൾ ഉപരി ഒരു വായനശാല കണ്ടെത്തേണ്ടത് ഈ പ്രദേശത്ത് ഒരു കുട്ടി തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്തുന്ന പ്രവർത്തനം നടത്തുന്ന വായനശാലയാണ് യഥാർത്ഥ വായനശാല. +2 ഫുൾ A+ കിട്ടിയ നമ്മുടെ കുട്ടികൾക്ക് ആദ്യം തന്നെ ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇനി നിങ്ങളൊരു വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നന്മയുടെയും തിന്മയുടെയും കൂട്ടുകെട്ടുകളുണ്ടാവാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നന്മ മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല കുട്ടികളായി ഇതുപോലെ തന്നെ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ അവിടെയും നല്ല ഉയർച്ച ഉണ്ടായി, അവിടെയും നല്ല വിജയം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിക്കുന്ന ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ഗംഗാരം മാഷ് ഓർക്കാത്ത ഈ വായനശാലയിൽ എന്ത് പരിപാടി ഉണ്ടായാലും നമുക്ക് ആളെ ഒരു ഓർമ്മ വരും. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു മുഖമാണ് ഗംഗാരം മാഷിൻ്റേത്. ആ വ്യക്തിയെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവരും അതോടൊപ്പം ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഈ കുട്ടികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. വേറെ കുട്ടികളും നമ്മുടെ നാട്ടില് പാസ്സായി അതിന് നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി +2 A+ വാങ്ങിച്ചിട്ടുണ്ട്, SSLC A+ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ വായനശാലയുടെ അംഗങ്ങളും അവരുടെ ആശ്രിതരും അങ്ങനെയുള്ള നിലയ്ക്കാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ നടത്തി വരാറുള്ള വിദ്യാഭ്യാസ അവാർഡിന്റെ ഭാഗമായി ഈ വർഷവും നമ്മൾ ആ പരിപാടി നടത്തുകയാണ്. അതിൻ്റെ വായനശാലയുടെ ഭാഗത്തു നിന്നും നമ്മളുടെ ഗംഗാധരൻ മാഷത്തിന്റെ സ്ഥാപകനായിട്ടുള്ള നമ്മളുടെ ആദരണീയമായ ഭാഷയുടെ ഭാര്യ ഒരു കുട്ടിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ഇനിയും നന്നായി ഇതുപോലെ തന്നെ പഠിച്ച് നല്ല മാർക്കും സമ്മാനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് ഇനിയും മുതിരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.